ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വേണ്ടി ചിന്തിക്കുവാൻ ദൈവം തരുന്ന തിരുവചനം. ഇന്ന് ഭൂമിയിൽ ആരാണ് പുരോഹിതൻ എന്ന് നമുക്ക് നോക്കാം. ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ എങ്ങനെയുള്ള പുരോഹിതനാണ് നമുക്ക് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്: നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും. അപ്പം ദൈവം ആരോടാണിത് പറയുന്നത് എന്ന് യെശയ്യാപ്രവചനം 61-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുന്നവർ, അഭിഷേകം പ്രാപിച്ചവർ, യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളവർ, പിന്നെ യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. നോക്കിക്കേ, അവർക്ക് അങ്ങനെ അയക്കപ്പെട്ടവർക്ക് നീതിവൃക്ഷങ്ങൾ എന്ന പേരാകുമെന്നവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ നോക്കിയേ, ദൈവത്താൽ അയക്കപ്പെട്ടവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർ, എളിയവരോട്, എളിമയുള്ളവരോട്, അല്ലെങ്കിൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരോട് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുക്കുന്നവർ ഒക്കെയും പുരോഹിതന്മാരാണ്. അവരുടെ പേരാണ് നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 9-ാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം, കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. അപ്പം നോക്കി, അവിടെ രാജകീയ പുരോഹിത വർഗം. അപ്പം ദൈവത്തിൻ്റെ പ്രസാദവർഷം ഘോഷിക്കുന്നവരാണ് പുരോഹിതന്മാരെന്ന് ദൈവം ഇവിടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവിക പ്രകാശം പ്രാപിച്ച് ദൈവിക അഭിഷേകം പ്രാപിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന, ദൈവത്തിൻ്റെ വചനം കൊടുക്കുന്ന വ്യക്തിയാണ് പുരോഹിതന്മാരെന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പുരോഹിതൻ എങ്ങനെയായിരിക്കണം? പവിത്രൻ, നിർദോഷൻ. അപ്പം അങ്ങനെ പലവിധമായ ക്വാളിറ്റീസ് ഉള്ളവനായിരിക്കണം. പിന്നെ പാപികളോട് വേർപെട്ടവൻ. ഇങ്ങനെ കർത്താവ് അരുളിച്ച എബ്രായലേഖനത്തിൽ കൂടി തന്നിരിക്കുന്ന വചനപ്രകാരം നാം ജീവിക്കുന്നുണ്ടോ? നമുക്ക് അപ്രകാരം ഒരു പുരോഹിതൻ എന്നുള്ള വചനം യോഗ്യത പ്രാപിപ്പാൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നോക്കിക്കേ. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തിട്ട് നാം ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണോ? നീതിവൃക്ഷങ്ങളാണോ? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണോ? വിശുദ്ധ വംശമാണോ? ദൈവത്തിൻ്റെ സ്വന്തം ജനമാണോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. ദൈവം തമ്പുരാൻ അതിനായിട്ട് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.